ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സോഷ്യൽ സയൻസ് പാഠശാല. PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സഹായിക്കുവാനായി നിരവധി ആപ്പുകൾ ഇപ്പോൾ ലഭ്യമാണ്. PSC പരീക്ഷകൾ മാത്രമല്ല, UPSC നടത്തുന്ന സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾ പോലും ആപ്പ് നോക്കി പഠിച്ചാൽ വിജയിക്കും എന്നാണ് ആപ്പുകാർ പറയുന്നത്. ഈ അടുത്ത സമയത്തായി ഒരു ആപ്പിൻ്റെ പരസ്യം സ്ഥിരമായി കാണുന്നുണ്ട്. സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലും പണിയെടുക്കുന്ന സിവിൽ സർവീസ് എന്ന സ്വപ്നം മുന്നിൽ കാണുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് പരസ്യം. ഇവരുടെ ആപ്പ് നടത്തുന്ന പരിശീലന പദ്ധതിയിൽ ചേർന്നാൽ മതിയത്രേ, വിജയം സുനിശ്ചിതമാണ് പോലും. സത്യത്തിൽ മറ്റ് ജോലികളിൽ ഇരുന്നു കൊണ്ട് സിവിൽ സർവീസ് എന്ന ലക്ഷ്യം അഥവാ സർക്കാർ ജോലി എന്ന സ്വപ്നം മുന്നിൽ കാണുന്നവർക്ക് ഈ ആപ്പുകൾ സഹായകമാണോ? എൻ്റെ അനുഭവം പറയാം. 2022 ഒടുവിലോ 2023 ആദ്യമോ ആണ് UP സ്കൂൾ ടീച്ചർ എന്ന പരീക്ഷയ്ക്ക് PSC നോട്ടിഫിക്കേഷൻ ക്ഷണിക്കുന്നു. അന്ന് ഞാനൊരു സ്വകാര്യ സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു. കേരളത്തിലെ നമ്പർ 1 PSC ഗുരു എന്ന് അവകാശപ്പെട്ട് നടക്കുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു ആപ്പിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ കിട്ടുന്ന സമയം വളരെ ചുരുക്കമാണ്. ആ സമയത്ത് എളുപ്പത്തിൽ പഠിക്കാമല്ലോ എന്ന് കരുതിയാണ് ആപ്പിൽ ജോയിൻ ചെയ്ത് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്തത്. എന്നാൽ ഒരു ദിവസം 7-8 മണിക്കൂർ നീളമുള്ള ക്ലാസ്സുകൾ അയച്ച് ആപ്പ് എന്നെ ഞെട്ടിച്ചു. എത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടും അവരിടുന്ന വീഡിയോ ക്ലാസ്സുകൾ കണ്ടു തീർക്കുവാൻ എനിക്ക് സാധിച്ചില്ല. ഒടുവിൽ ആ പഠനം ഞാൻ ഉപേക്ഷിച്ചു. ആപ്പുകളിൽ നിന്ന് ആപ്പ് കിട്ടിയ രണ്ടാമത്തെ അനുഭവം ഉണ്ടായത് ഈ വർഷം തന്നെയാണ്. HSA സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നു. 2 തവണ റാങ്ക് ലിസ്റ്റിൽ വന്നതാണ്, ജോലി ലഭിച്ചില്ല. അതുകൊണ്ട് ഇത്തവണ എന്തായാലും നേടിയെടുക്കണം എന്ന വാശി എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിനായി ഉള്ള പ്രൈവറ്റ് ജോലി കളഞ്ഞിട്ട് ഇരുന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല ഞാൻ. പിന്നെയും ആപ്പിനെ വിശ്വസിക്കുന്നു. ആദ്യം ഒരു ആപ്പിൽ ജോയിൻ ചെയ്തു. അതിൽ റെക്കോർഡഡ് ക്ലാസ്സുകളാണ് ഉണ്ടായിരുന്നത്. 1-2 ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പറയുന്നതെല്ലാം തെറ്റാണ് എന്ന്. ഹിസ്റ്ററി ക്ലാസ്സുകളിൽ നിറയെ വസ്തുതാപരമായ പിശകുകൾ. അങ്ങനെയാണ് ആദ്യം സൂചിപ്പിച്ച കേരളത്തിലെ നമ്പർ 1 PSC ഗുരുവിൻ്റെ ആപ്പിലോട്ട് പിന്നെയും ചെന്ന് ചാടിയത്. ഒരു ചെറിയ ടോപ്പിക്ക് പോലും വലിച്ചു നീട്ടി 10-20 മണിക്കൂറുകളായിട്ടാണ് അവർ ക്ലാസ്സുകൾ തന്നത്. തിരുവിതാംകൂറിൻ്റെ ചരിത്രം 20ഓളം ക്ലാസ്സുകൾ നീണ്ടു. വിശദമായി പഠിപ്പിക്കുന്നതൊക്കെ നല്ലത് തന്നെ, അത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ സമയമില്ലാഞ്ഞിട്ട് പോലും പഠിക്കണം എന്ന ആഗ്രഹത്തിൻ്റെ പേരിൽ, ജോലി നേടണം എന്ന ആഗ്രഹത്തിൻ്റെ പേരിൽ മാത്രം ഈ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്തവരോട് ഈ ആപ്പ് കാണിച്ചത് നീതിയാണോ? എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം പ്രസ്തുത ആപ്പ് മറ്റൊരു തെണ്ടിത്തരവും കൂടി കാണിക്കാൻ തുടങ്ങി. അതുവരെ 3 ക്ലാസ്സുകളൊക്കെ ഇട്ടിരുന്നവർ 7-8 ക്ലാസ്സുകൾ ഒരു ദിവസം തന്നെ ഇടാൻ തുടങ്ങി. ഇതേ ആപ്പ് തന്നെയാണ് സിവിൽ സർവീസിന് കോച്ചിങ്ങുമായി ഇറങ്ങിയിട്ടുള്ളത്, അതും വർക്കിംഗ് പ്രൊഫഷണലുകൾക്ക് വേണ്ടി. സോഷ്യൽ സയൻസോ UP സ്കൂൾ ടീച്ചർ എക്സാമോ എഴുതും പോലെയല്ല സിവിൽ സർവീസ് എക്സാമിനേഷൻ. അതിന് നീണ്ട നാളത്തെ പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഒരുപാട് സമയവും എഫേർട്ടും നമ്മൾ ചെലവാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ശരിക്കും അതിനോട് പാഷൻ ഉണ്ടെങ്കിൽ 2 വർഷം അതിനായി മാത്രം നീക്കി വയ്ക്കുക. തിരുവനന്തപുരത്ത് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമി ഉണ്ട്. അവിടെയൊക്കെ കുറഞ്ഞ ഫീസിൽ പരിശീലനം സാധ്യവുമാണ്. ഈ ആപ്പിൻ്റെ പരസ്യത്തിൽ പറയും പോലെ ലളിതമല്ല കാര്യങ്ങൾ. അവരത് പറയും, കാരണം അവർ മറ്റുള്ളവരുടെ സ്വപ്നം വിറ്റ് തിന്ന് ജീവിക്കുന്നവരാണ്. സ്വകാര്യ മേഖലയിലെ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ സ്വകാര്യ മേഖലയിൽ ജോലി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് PSC പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അവധി ദിവസങ്ങളിൽ മാത്രം കോച്ചിങ്ങിന് പോവുക, അതും ഓഫ്ലൈൻ കോച്ചിങ്. ഏതെങ്കിലും ഒരു PSC സ്റ്റഡി മെറ്റീരിയൽ സ്വന്തമാക്കുക. ഒരു പ്ലാൻ വച്ച് അതിലെ പേജുകൾ വായിച്ച് തീർക്കുക. ഏതെങ്കിലും സബ്ജക്ട്സിൽ പാടുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ ഒന്നുകിൽ SCERT പുസ്തകങ്ങൾ നോക്കുക, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിലെ ക്ലാസ്സുകൾ കാണുക. എല്ലാത്തിനും ഉപരിയായി പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുക. അല്ലാതെ ദയവായി നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ ഒരിക്കലും ആപ്പുകളുടെ പുറകെ പോകരുത്.